ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഹെയർ ഓയിലിംഗ് റുട്ടീനാണ്. നമുക്ക് തന്നെ എണ്ണ വെക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ടിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എണ്ണ വെക്കാം. അമ്മയുടെയോ അച്ഛൻ്റെയോ ആരുടെയും കൈയും കാലും പിടിച്ച് നടക്കേണ്ട ആവശ്യം നമുക്കിനി വരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. പക്ഷെ ഇത് ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മയുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ മുമ്പ് ചെയ്യുമായിരുന്നത്. പക്ഷെ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച സംഭവമാണ് കേട്ടോ. ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്ക് വേണ്ടി ഞാൻ തന്നെ കണ്ടുപിടിച്ച സാധനമാണിത്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ആൾക്കാർക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മീനാക്ഷി ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, കെരാട്ടിൻ ചെയ്തിട്ടുണ്ടോ, സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ആണ്. എന്തിനാണ് മുടി വെട്ടിക്കളഞ്ഞത്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനുള്ള ആൻസർ നമ്മളിപ്പോൾ തരുന്നതായിരിക്കും. കെരാട്ടിൻ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ യെസ്, മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇല്ല, നിലവിൽ എൻ്റെ മുടിയിൽ കെരാട്ടിൻ ഒന്നുമില്ല. ഇങ്ങനെ ഈ ചുരുണ്ട് പിടഞ്ഞ് കിടക്കുന്നത് എൻ്റെ മുടി ഇങ്ങനെയാണ് എൻ്റെ മുടിയുടെ ഹെയറിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. കെരാട്ടിൻ ചെയ്തത് ഞാൻ സ്പായാണെന്ന് തെറ്റിദ്ധരിച്ച് അറിവില്ലാത്ത പ്രായത്തിൽ പോയി ചെയ്തതാണ്. അത് എനിക്ക് പേഴ്സണലി കെരാട്ടിൻ ചെയ്തിട്ട് തീരെ ഇഷ്ടമല്ലായിരുന്നു എൻ്റെ മുടി. കാരണം കെരാട്ടിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ആയിട്ട്, ഞാൻ ഇനി പറയും, എൻ്റെ മുടി കുറ്റിച്ചൂല് പോലെയാണ് കിടന്നുകൊണ്ടിരുന്നത്. ഒരു ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ആണ് കെരാട്ടിൻ ചെയ്താൽ മുടി കിടക്കുക. അത് നമ്മൾ എത്ര പൈസ കൊടുത്ത് എവിടെ പോയി ചെയ്താലും കെരാട്ടിൻ അങ്ങനെയാണ്. കെരാട്ടിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ മുടി അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് കെരാട്ടിൻ. പിന്നെ ഒരുപാട് പേര് ക്ലെയിം ചെയ്യുന്നുണ്ട് ഈ കെരാട്ടിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി ഫ്രീ ആവും, തീരെ ഫ്രിസ് ഒന്നും കാണത്തില്ല, പിന്നെ അത് മാത്രമല്ല ചെട പിടിക്കത്തില്ല മുടിയിൽ. അങ്ങനെ കാരണം എങ്ങനെ ചെട പിടിക്കും, അതിങ്ങനെ കോല് പോലെ കിടക്കും അല്ലേ. അപ്പോൾ നമുക്ക് ചെട പിടിക്കുന്ന ആവശ്യം വരുന്നില്ല. പക്ഷെ ആ ടെക്സ്ചർ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കെരാട്ടിൻ ചെയ്തോളൂ. ഒരു ഭയങ്കര ബെറ്റർ ഓപ്ഷനാണ്. പക്ഷെ എന്നെപ്പോലെ അത് ഇഷ്ടമല്ല, കുറച്ച് നാച്ചുറൽ ലുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കെരാട്ടിൻ എന്ന് പറയുന്ന ഒരു ബിഗ് നോ ആണ്. നമ്മളത് ചെയ്താൽ നമ്മുടെ മുടി, പിന്നെ എൻ്റെ മുടി എനിക്ക് ചെയ്തിട്ട് എൻ്റെ മുടിയുടെ ഉള്ളൊക്കെ ഒത്തിരി പോയി. ഞാനിപ്പോൾ മുടി വെട്ടാനുള്ള കാരണവും എൻ്റെ കെരാട്ടിൻ ചെയ്ത ബാക്കി കിടന്ന മുടി ഞാനങ്ങ് വെട്ടിക്കളഞ്ഞു. അറ്റത്തോട്ടായിരുന്നു കുറേ കെരാട്ടിൻ ഉണ്ടായിരുന്നത്, അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പം കിടക്കുന്നത് ഫുൾ ലെങ്ത് എൻ്റെ മുടി ഇങ്ങനെയാണ്. എൻ്റെ മുടി ഇനിയിപ്പം കെരാട്ടിനൊക്കെ ഫുൾ പോയി. ഇപ്പം ഇനി ഇത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ എണ്ണ വെക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, എണ്ണ വെക്കാറുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കുറേ എണ്ണകളുണ്ട്. അതാണ് ഞാൻ, കുറച്ച് എണ്ണകളുണ്ട്. അതാണ് ഞാൻ ഒരു ഡെയിലി ബേസിസിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഡെയിലി ബേസിസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വീക്ക്ലി വൺസോ ട്വൈസോ ഒക്കെയാണ് ഞാൻ എണ്ണ പൊതുവെ വെക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ മുറുക്കിയ എണ്ണയാണ്. നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുമ്പം ഹാക്ക് നമ്പർ 1 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എണ്ണ ഭയങ്കരമായിട്ട് എൻ്റെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്ത സംഭവമാണ് റോസ്മെറി എസെൻഷ്യൽ ഓയിൽ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണയുടെ അകത്തോട്ട്, ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള ഹാക്കാണ്, ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോ കേട്ടോ, നമുക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ റോസ്മെറിയുടെ എസെൻഷ്യൽ ഓയിൽ ഒരു 2-3 തുള്ളി, നല്ല മണം ഇതിന്, എനിക്കിഷ്ടമാണ്. 1 2 3 4 അയ്യോ 5 അത്രത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, എനിക്ക് ഡാൻഡ്രഫ് ഇല്ല പക്ഷെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡാൻഡ്രഫ് വരും. സ്ഥിരമായിട്ട് തലയിൽ ഡാൻഡ്രഫ് ഉള്ള ആളല്ല ഞാൻ. അപ്പോൾ അടുത്ത ഹാക്ക് എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് പഞ്ഞി ആവശ്യമുണ്ട്. ഒരു നല്ല എമൗണ്ട് ഓഫ്, കാരണം ഇത് നമ്മൾ പഞ്ഞി എണ്ണയിൽ മുക്കാൻ പോകുമ്പോൾ ഒരു കുറച്ച് വലിയ ബോൾ എടുക്കണം, കാരണം അല്ലെങ്കിൽ എണ്ണ കുടിച്ചു പോകും പഞ്ഞി. അപ്പം ഇത്രയൊരു പഞ്ഞി എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലേ എവിടെ എടുക്കും. എണ്ണ യൂസ് ചെയ്തിട്ട് നമ്മൾ പഞ്ഞി ഈ കോട്ടൺ ഇതിൽ ഡിപ്പ് ചെയ്യുക. ഇങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ മുടിയിൽ എല്ലായിടത്തും എണ്ണ എത്തിക്കോളും. എന്നിട്ട് നമ്മൾ അടുത്ത പാർട്ട് ഇങ്ങനെ എടുക്കുക. നമ്മൾ കൈവച്ച് തേക്കുന്ന പോലെയല്ല, ഭയങ്കര ഈസിയാണ്. കൈവച്ചാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ എത്തത്തില്ല, നമ്മളിങ്ങനെ തേച്ച്. പക്ഷെ ഇത് ഭയങ്കര ഈസിയാണ്. കാരണം ഇത് എപ്പോഴാണ് എളുപ്പം വരുന്നതെന്ന് അറിയാമോ, നമ്മുടെ മുടിയുടെ ബാക്കിലൊക്കെ എണ്ണ തേക്കാൻ നേരത്ത് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ നമുക്ക് കാണത്തില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെയൊക്കെ എണ്ണ ഡിപ്പ് ചെയ്തിട്ട് കേട്ടോ, അവിടെയൊക്കെ നല്ലപോലെ എണ്ണ വറ്റിക്കോളൂ. ഞാനിപ്പോൾ മുടിയിൽ ഫുൾ എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ കോട്ടൺ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ പാർട്ടായിട്ട് എടുത്ത് നോക്കിയാൽ കണ്ടോ, എല്ലാം നമ്മുടെ സ്കാൽപ്പിൽ മൊത്തം എണ്ണ പിടിച്ചിരിക്കും. പക്ഷെ നമ്മൾ നോർമൽ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും അങ്ങനെ പറ്റണമെന്നില്ല. സോ അങ്ങനെ ട്രൈ ചെയ്യണം എന്നുള്ളവരാണ് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും വെക്കുന്ന രീതിക്ക് എണ്ണ വെക്കുക കേട്ടോ. പിന്നെ ഉള്ളൊരു
മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പം കുറച്ചായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മുടെ സ്കാൽപ്പ് മസാജറാണ്. ഇതൊരു ഭയങ്കര ഗുഡ് ഓപ്ഷനാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണിത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ വെച്ച് കഴിഞ്ഞിട്ടും വെറുതെ ഇങ്ങനെ മസാജ് ചെയ്യുന്നതൊരു ഭയങ്കര നന്നായിട്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഷാംപൂ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് ഒരച്ചല്ല ഇങ്ങനെ ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഫ്ലേക്കി ആയിട്ടുള്ള ഡാൻഡ്രഫ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് മാറാനായിട്ട് ഇത് ഭയങ്കര നല്ലതാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഒത്തിരി പേര് നല്ല ഷാംപൂ സജസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാക്ക് പാക്കിംഗ് വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ആ ഷാംപൂ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ലോറിയലിന്റെ ഡ്രീം ലെങ്ത് എന്ന് പറഞ്ഞിട്ടൊരു ഷാമ്പൂ ആയിരുന്നു. പക്ഷെ അത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഷാമ്പൂ അല്ല കേട്ടോ. അത് ഞാൻ പോകേണ്ടത് കൊണ്ട് ഒരു മിനി സൈസ് ആയതുകൊണ്ടും അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് മേടിച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതല്ല ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഷാമ്പൂ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഷാമ്പൂവിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തണം അതൊരു സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ആണെന്ന്. കാരണം പാരബൺസും സൾഫേറ്റും ഒക്കെ ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം എൻ്റെ സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി ഞാൻ കുറച്ച് ദിവസം അടുപ്പിച്ച് എണ്ണ വെച്ചില്ലെങ്കിലും തല നനച്ചില്ലെങ്കിലും എൻ്റെ തലേന്ന് തന്നെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പാണ്. അപ്പോൾ എണ്ണ വെച്ച പോലെ കിടക്കും എൻ്റെ മുടി. അല്ലെങ്കിൽ കുറേ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി എന്തെങ്കിലും ഡേർട്ടോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ ചെളിയൊക്കെ വന്നു കഴിയുമ്പോൾ എൻ്റെ മുടിയിൽ എണ്ണ വെച്ച പോലെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വീക്ക്ലി ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ ഷാംപൂ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഈ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് മുടി വൃത്തിയായിട്ട് കിടക്കണമല്ലോ. അതുകൊണ്ട് 2-3 പ്രാവശ്യം എണ്ണ വെക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഞാൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഷാംപൂം കണ്ടീഷണറും വാങ്ങി വെച്ചാൽ അതിപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ് മാർക്കറ്റിലൊക്കെ. അതിൻ്റെ ഫ്രണ്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും ഒരു വട്ടത്തിൻ്റെ അകത്ത് സൾഫേറ്റ് ഫ്രീ, പാരബൺ ഫ്രീ എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അതൊരു ഭയങ്കര ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹെയർ ഫോൾ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ തല നനയ്ക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എന്നും തല നനയ്ക്കുന്നത് മുടിക്ക് തീരെ നല്ലതല്ല. പക്ഷെ എന്നും തല നനച്ച് ശീലിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തല നനയ്ക്കാതിരിക്കുന്നതും അവർക്ക് പ്രശ്നമാണ്. എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നും തല നനച്ചില്ലെങ്കിൽ തലവേദനയും അങ്ങനെ എന്തൊക്കെയോ പ്രശ്നം പറഞ്ഞു കേൾക്കാം. പക്ഷെ എന്നും മുടി നനയ്ക്കുന്നത് മുടിക്ക് അത്ര ഹെൽത്തി ആയിട്ടുള്ള പരിപാടിയല്ല. കാരണം എപ്പോഴും ഈ വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ അത് മുടിക്ക് അത്ര നന്നല്ല എന്നാണ് പറയുക. എനിക്കും പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ മുടി കഴുകാറൊരു ഇപ്പം നമ്മൾ ഒരു 2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ മുടി ഷാംപൂ വാഷ് ചെയ്ത് കഴുകി കളയാറല്ല. നിങ്ങൾക്കിപ്പം ഷാംപൂ വാഷ് ഒന്നും ഇല്ല, നോർമൽ വാഷ് ആണ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ ഇപ്പം നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇപ്പം ഇന്ന് ഞാൻ തല നനച്ചില്ല, സോ നാളെ നനയ്ക്കുക, അങ്ങനെ ഒരു ദിവസം ഇടവിട്ട് അങ്ങനെ തല നനയ്ക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പതുക്കെ ഗ്യാപ്പ് കൂട്ടിക്കൊണ്ടുവരിക. മാക്സിമം ഒരു 2 ദിവസം കൂടുമ്പോൾ തല നനയ്ക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. മുടി ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ, ഹെയർ ഗ്രോത്ത് അല്ല, മുടി നന്നാവാനായിട്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഡാമേജ്ഡ് ആയിട്ടുള്ള മുടിയാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഹെയർ മാസ്ക് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ എൻ്റെ ഫേവറേറ്റ് ആണ് ഹെയർ മാസ്ക് എന്ന് പറയുന്നത്. വീട്ടിലുണ്ടാക്കുന്ന മാസ്കുകളും ഉണ്ട്, അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതായാലും ഹെയർ മാസ്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല. അതിപ്പം ബ്രാൻഡ്സ് സജസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് ലോറിയലിൻ്റെ ആയാലും ഒക്കെ കുറേ. അപ്പം ഞാനിപ്പം റീസെൻ്റ്ലി ബെയർ അനാട്ടമിയുടെ ഒരു മാസ്ക് ട്രൈ ചെയ്തു, വോളിമൈസിങ് ഒരു മാസ്ക്. അയ്യോ, നല്ലൊരു സ്മെല്ലുമാണ് അതിന്. അത് മാത്രമല്ല നമ്മുടെ മുടി ഭയങ്കര ഫ്രിസ് ഫ്രീ ആയിട്ട് കുറേ സമയം, നമ്മൾ അടുത്ത ഷാംപൂ വാഷ് വരെ നമ്മുടെ മുടി അങ്ങനെ കിടന്നോളും. അപ്പോൾ ഇതുവരെ ഹെയർ മാസ്ക് ട്രൈ ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഒരുപാട് പേര് കെരാട്ടിനെ പറ്റിയും ഹെയർ കട്ടിനെയൊക്കെ പറ്റി ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടാം കേട്ടോ അതിന് വേണ്ടിയിട്ട്. ബൈ.